ഷാലയുടെ ദേഹത്ത് നടത്തിയ പരീക്ഷണങ്ങളിൽ വെച്ച് ഒരു ആന്റിഡോട്ട് ഉണ്ടാക്കാനുള്ള പദ്ധതി പരാജയപ്പെട്ടു. അവൾ ഒരു യുണീക്ക് ബീയിങ് ആണ്. എന്നാലും അവളെ എയ്ഡ് ചെയ്യാൻ സൊളോണിയം കൊണ്ടുള്ള സ്യൂട്ട് കൊടുക്കാൻ എലമൻ ഷേഹയോട് പറഞ്ഞു. ഇതേ സമയം ക്ലാഡ് വിക്ടർ എന്ന വ്യക്തിയുടെ സഹായം തേടി. എന്നാൽ സാറ്റലൈറ്റിന്റെ സഹായത്താൽ അവരുടെ ഏരിയ ഹൈഡ് ചെയ്തിരിക്കുന്നതിനാൽ ലൊക്കേഷൻ പിന്നൌട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി മയക്കത്തിൽ ഇസബെല്ല ഒരു ദുസ്വപ്നം കണ്ടു. അവളുടെ അനിയത്തി മായയെ. ഉറക്കത്തിൽ ഇസബെല്ലയുടെ ടെലികൈനസിസ് എബിലിറ്റി അടുത്തുള്ള ഒബ്ജക്ട്സ് അനക്കാൻ തുടങ്ങി. ആ സയോണിക് ആക്ടിവിറ്റി ആൽഫ വേവ്സ് ജനറേറ്റ് ചെയ്തു. അത് ഉണ്ടാക്കിയ 3 സെക്കൻഡ് ഗ്ലിച്ചിൽ വിക്ടർ ആ ലൊക്കേഷൻ കണ്ടെത്തി. ആ ലൊക്കേഷൻ അടുത്തായി തന്നെയായിരുന്നു എലമൻ തുടങ്ങിയ സർവൈവർ ക്യാമ്പുകളും. പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ FODN ആൾക്കാർ അറ്റാക്ക് തുടങ്ങി. വിക്ടർ ഒരു സർവൈവർ ക്യാമ്പിലും ക്ലാഡിന്റെ കുറച്ചാളുകൾ രണ്ടാമത്തെ സർവൈവർ ക്യാമ്പിലും ക്ലാഡും ആൾക്കാരും എലമെന്റിന്റെ ബേസിലും. അപായം നേരത്തെ മനസ്സിലാക്കി എലമെന്റിന്റെ ആളുകളും തയ്യാറായിരുന്നു. വിക്ടറിന്റെ അടുത്തേക്ക് വാമ്പയറും റൊണാൾഡും, രണ്ടാമത്തെ ബേസിലേക്ക് എലമെന്റും സ്റ്റീഫനും. ക്ലാഡിനെ നേരിടാൻ തയ്യാറായി ഷാങ്ക്രിലയും എഡി മാക്സിമസും. ശബ്ദം കേട്ട് അവിടേക്ക് സോംബികളും എത്തി. എലമെന്റും വാമ്പയറും ചേർന്ന് സർവൈവർ ക്യാമ്പുകൾ സേഫാക്കി. സോംബികളെ കൊന്നു. വിക്ടറും സോംബികളാൽ കൊല്ലപ്പെട്ടു. ബേസിൽ ഷാങ്ക്രിലയും ക്ലാഡും നന്നായി ഏറ്റുമുട്ടി. എന്നാൽ ഷാങ്ക്രിലയുടെ സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ ക്ലാഡിനായില്ല. അയേൺ ഹാൻഡ് തകർന്നു. അവൾ താഴെ വീണു. എന്നാൽ കൂടുതൽ ഉപദ്രവിക്കാതെ എലമെന്റിന്റെ ആളുകൾ അവളെ വിട്ടയച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനിയുള്ള എന്ത് നേരിടാനും ജനങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് ഇവിടെ ഉണ്ടായിരിക്കുമെന്ന്. എലമെന്റ് അന്ന് രാത്രി അവരുടെ സത്യങ്ങളെല്ലാം റെസിസ്റ്റന്റ് ഫോഴ്സ് അംഗങ്ങളുമായി പങ്കുവച്ചു. ഇന്ത്യയിലെ 3 കോണുകളിലായി 3 ടീമായി തിരിഞ്ഞ് സഹായങ്ങൾ കൊണ്ടുവരാൻ എലമെന്റ് ആവശ്യപ്പെട്ടു. എന്നിട്ട് 1 മാസത്തിനു ശേഷം വീണ്ടും ഒന്നിച്ച് ബേസിലേക്കെത്താൻ എലമെന്റ് പറഞ്ഞു. രേണുക റെഡ്ഡി ഷാങ്ക്രില വരുന്നതിനു മുന്നേ തന്നെ പിടിക്കപ്പെട്ടിരുന്നു. എലമെന്റ് അവളെ പറഞ്ഞയച്ചു. എന്നാൽ FODN തന്നെ അവളെ കൊന്നുകളഞ്ഞു. എലമെന്റ് അപ്പോഴേക്കും യഥാർത്ഥ എമിലിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞിരുന്നു. അവളെ FODN തട്ടിക്കൊണ്ടുപോയിരുന്നു. അവളെ രക്ഷിക്കാൻ അർണവിനെ ഇസബെൽ അയച്ചു. തിരികെ കൂടുമ്പോൾ എമിലിയും റെസിസ്റ്റന്റ് ഫോഴ്സിൽ കാണും. അങ്ങനെ അവർ താത്കാലികമായി പിരിഞ്ഞു.